രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ കളിച്ച അതേ വേദി അതേ സമയം. പക്ഷേ ഇന്നലെ കളിക്കളത്തിൽ കണ്ടത് പുത്തൻ പുതിയ ബ്ലാസ്റ്റേഴ്സിനെയാണ്. മട്ടിലും ഭാവത്തിലും മെന്റാലിറ്റിയിലുമെല്ലാം തീർത്തും വ്യത്യസ്തരായ ഒരു സംഘത്തെ. മത്സരത്തിന്റെ ഓരോ സെക്കൻഡിലും എതിർ ബോക്സിലേക്ക് മുന്നേറ്റം നടത്താൻ കാത്തിരിക്കുന്ന സ്ട്രൈക്കർമാർ, കയ്യിൽ നിന്നും നഷ്ടമാവുന്ന പന്തിനെ അതിവേഗം റിക്കവർ ചെയ്ത് മൊമെന്റം കാത്തു സൂക്ഷിക്കുന്ന മിഡ്ഫീൽഡർമാർ, കൗണ്ടറിലും സെറ്റ് പീസിലും ഇളകാക്കോട്ടയായ ഡിഫൻഡർമാർ, ഇതിനെയെല്ലാം കടന്നു വന്നാലും അടിയറവ് പറയില്ലെന്ന് ഉറച്ചു നിൽക്കുന്ന ഗോൾ കീപ്പർ. ഇതായിരുന്നില്ലേ ആരാധകർ സ്വപ്നം കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ്? രാജസ്ഥാനെതിരെ ഇറങ്ങിയ 11-ൽ 2 മാറ്റങ്ങളുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഡൽഹിക്കെതിരെ ഇറങ്ങുന്നത്. മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫാറൂഖിനും വിപിൻ മോഹനും പകരം ദുസാൻ ലഗത്തോറും നോഹ സദോയും ആദ്യ 11-ൽ സ്ഥാനമുറപ്പിച്ചു. സ്ഥിരം ശൈലിയായ 4-3-3-ൽ നിന്നും മാറി 4-4-2 ഫോർമേഷനിൽ കോൾഡോ ബിയറ്റോക്കൊപ്പം നിഹാൽ സുധീഷാണ് മുന്നേറ്റത്തിന്റെ ചുമതലയേറ്റത്. ലൂണയും കോറോയും നോഹയും അടക്കം 5 അറ്റാക്കർമാരെ അണിനിരത്തി മാക്സിമം സ്കോർ ചെയ്യുക എന്ന തന്റെ ഇന്റന്റ് പരിശീലകൻ ഡേവിഡ് കറ്റാല തന്റെ 11-ലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് 11-ൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മലയാളികളുമായാണ് ഡൽഹി കളിക്കാൻ ഇറങ്ങിയത്. ക്യാപ്റ്റൻ ആംബാൻ അണിഞ്ഞ് അലക്സ് സജി, പ്രതിരോധ നിരയിൽ മുഹമ്മദ് റാഫി, മുന്നേറ്റത്തിൽ ഗോളടിക്കാൻ ഇറങ്ങി സൗരവ്, ബെഞ്ചിലെ മലയാളി സാന്നിധ്യം അലൻ സജി. ഇതിനെല്ലാം പുറമെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുൻപരിചയമുള്ള 3 പേരുകൾ കൂടി ഡൽഹി നിരയിൽ ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് മുൻ അസിസ്റ്റന്റ് പരിശീലകൻ തോമസ് പാവലും മുൻ താരങ്ങളായ കരൺജിത് സിംഗും ആയുഷ് മാത്രയും. ആദ്യ മിനിറ്റ് മുതലേ ഡൽഹി ഗോൾ വല നിറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇറങ്ങിയത്. 4-ാം മിനിറ്റിൽ അതിന്റെ ആദ്യ സൂചന ലഭിച്ചു. നായകൻ അഡ്രിയൽ ലൂണ എടുത്ത കോർണർ കിക്കിനെ യുവാൻ റോഡ്രിഗസ് തലകൊണ്ട് വലയിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും നിർഭാഗ്യത്തിന്റെ ക്രോസ് ബാർ ആദ്യ ഗോളിന് മുന്നിൽ വിലങ്ങുതടിയായി. തൊട്ടടുത്ത മിനിറ്റിൽ വലതു വിങ്ങിലൂടെ വീണ്ടും ഒരു മുന്നേറ്റം. കോറോയും ലഗാറ്റോറും നിഹാൽ സുധീഷും ചേർന്ന് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ബോക്സിലേക്ക് കടക്കാൻ ശ്രമിച്ച നിഹാലിനെ ഫൗൾ ചെയ്ത് അലക്സ് സജി ആ മുന്നേറ്റം അവസാനിപ്പിച്ചു. ആ ഫൗളിന് താരം മഞ്ഞക്കാട് വാങ്ങുകയും ചെയ്തു. ഫൗളിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് ലൂണ ഒരു ഷോർട്ട് പാസിലൂടെ നോഹയ്ക്ക് നീട്ടി നൽകിയെങ്കിലും താരത്തിന്റെ ഷോട്ട് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പറന്നു. 18-ാം മിനിറ്റിൽ ഒബിയേറ്റ മത്സരത്തിലെ ആദ്യ വെടി പൊട്ടിച്ചു. ഇടത് വിങ്ങിലൂടെ ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് മുന്നേറാൻ ശ്രമിച്ച ആയുഷ് മാത്രയ്ക്ക് മുന്നിൽ സന്ദീപ് വിലങ്ങുതടിയായപ്പോൾ താരം പിന്നിൽ നിന്നിരുന്ന ക്യാപ്റ്റൻ അലക്സ് സജിയിലേക്ക് പന്ത് നീക്കി. വീണ്ടും ഒരു ബിൽഡപ്പ് തുടങ്ങുന്നതിന്റെ ഭാഗമായി പന്ത് സ്വീകരിച്ച് പാസ് ചെയ്യാൻ ശ്രമിച്ച ആയുഷിന്റെ കാലുകൾക്ക് പിഴച്ചു. പാസിനെ ഇന്റർസെപ്റ്റ് ചെയ്ത ഒബിയേറ്റ പന്ത് കാലിൽ കുരുത്ത് ബോക്സിലേക്ക് ഓടിക്കയറി ഷോട്ട് എടുത്തു. ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിൽ. ആദ്യ ഗോളിന്റെ ആവേശം കെട്ടടങ്ങും മുമ്പ് 2-ാം ഗോളും വന്നു. ഇക്കുറിയും വഴിയൊരുക്കിയത് ആയുഷ് മാത്രയുടെ കാലുകൾ. അലക്സ് സജിയുടെ ഹെഡർ പാസിനെ കാലിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിച്ച ആയുഷിന്റെ മേൽ ലഗാറ്റോർ നടത്തിയ പ്രസിംഗ് വിജയം കണ്ടു. പന്ത് നേരെ കോറോയുടെ കാലിലെത്തി. വലതു വിങ്ങിലൂടെ മുന്നേറിയ താരം ബോക്സിലേക്ക് നൽകിയൊരു പാസിനെ സിമ്പിൾ ടച്ചിലൂടെ നിഹാൽ കൺട്രോളിലാക്കി നൽകി. ഒപ്പം നിന്ന് ഒബിയേറ്റക്ക് പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഇടത് കാല് കൊണ്ട് പന്തിനെ ഉള്ളിലേക്ക് നീക്കി വലം കാല് കൊണ്ടൊരു ഷോട്ട്. ബോളിലേക്ക് കയ്യും നീട്ടി ഗോൾ കീപ്പർ വിശാൽ ഒരു നെടുനീളം ഡൈവ് നടത്തിയെങ്കിലും താരത്തിനത് കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ക്ലോക്കിൽ അരമണിക്കൂർ തികയും മുമ്പേ എതിർവലയിൽ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ കളത്തിനകത്തും പുറത്തുമുള്ള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച നിമിഷങ്ങൾ. അതിനൊരു ബോണസായി 34-ാം മിനിറ്റിൽ 3-ാം ഗോളും എത്തി. ഡൽഹി ഗോൾ കീപ്പർ വിശാലയിൽ നിന്നും തുടങ്ങിയ ഒരു ബിൽഡപ്പ്. പന്ത് സ്വീകരിച്ച് ഒരു ലോങ് പാസിന് ശ്രമിച്ച മുഹമ്മദ് റാഫിയുടെ ഷോട്ട് മുന്നിൽ നിന്ന് നോഹ സദോയുടെ ദേഹത്ത് തട്ടി ഉയർന്നു പൊന്തി. പന്തിനെ പിടിച്ചെടുത്ത നിഹാൽ അത് നോഹയിലേക്ക് മറിക്കുന്നു. നോഹയിൽ നിന്ന് പന്ത് ലൂണയിലേക്ക്. പിന്നെ കണ്ടത് ലൂണ എന്ന മായജാലക്കാരന്റെ തൃക്കണ്ണ് തുറക്കുന്നതാണ്. ബോക്സിനുള്ളിൽ കോറോ സിംഗ് നടത്തിയ കൃത്യമായ റൺ ജഡ്ജ് ചെയ്ത് ലൂണ അളന്നു മുറിച്ചൊരു പാസ് ഒരുക്കി. അലക്സ് സജിയുടെ തലക്ക് മുകളിലൂടെ പറന്നിറങ്ങിയ പന്തിനെ ഒരു അക്രോബാറ്റിക് ടച്ചിലൂടെ കോറോ വലയിലിട്ടു. ഓഫ് സൈഡ് അപ്പീലുമായി ഡൽഹി താരങ്ങൾ റഫറിക്ക് നേരെ തിരിഞ്ഞെങ്കിലും ഫ്ലാഗ് താഴ്ന്നു തന്നെ കിടന്നു. 3 ഗോളിന്റെ ലീഡ് ബ്ലാസ്റ്റേഴ്സിന് നൽകിയത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. മത്സരത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുറപ്പിച്ചതോടെ അവർ കൂടുതൽ അക്രമകാരികളായി. 49-ാം മിനിറ്റിൽ ഡൽഹിയുടെ ആദ്യ മുന്നേറ്റമെത്തി. ഡിഫൻസിൽ നിന്നും ലഭിച്ച പന്തുമായി സൗരവ് ഒറ്റക്ക് നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്ക്. സന്ദീപിനെയും സഹീഫിനെയും പിന്നിലാക്കി ലക്ഷ്യത്തിലേക്ക് ഉദിച്ച താരം ബോക്സിനുള്ളിൽ കടന്നയുടനെ ഷോട്ട് എടുത്തു. കൃത്യമായ പൊസിഷനിങ്ങിന്റെ ബലത്തിൽ സഹീഫ് അത് പുറത്തേക്ക് അയച്ചു. പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് 2 മാറ്റങ്ങൾ വരുത്തി. നായകൻ അഡ്രിയൽ ലൂണയും സന്ദീപ് സിംഗും പുറത്തേക്ക് പോയപ്പോൾ വിപിൻ മോഹനൻ, ഐബൻ ഡോഹ്ലിംഗ് എന്നിവർ കളത്തിലിറങ്ങി. 73-ാം മിനിറ്റിൽ ഡൽഹി വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്ക് എത്തി. ലഗാറ്റോറിൽ നിന്നും പിടിച്ചെടുത്ത പന്തുമായി അഗസ്റ്റിനും സൗരവും ചേർന്ന് നടത്തിയ മുന്നേറ്റത്തെ വികാസ് സിംഗ് പാടുപെട്ടാണ് ക്ലിയർ ചെയ്തത്. പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും 2 മാറ്റങ്ങൾ കൂടി നടത്തി. ലഗാറ്റോറിനും ഒബിയേറ്റക്കും പകരം ഐമൻ, ഡാനിഷ് എന്നിവർ കളത്തിലിറങ്ങി. 80-ാം മിനിറ്റിൽ ഡൽഹിയുടെ ആന്ധ്ര ആൽബ എടുത്ത ഫ്രീ കിക്ക് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് വലയിലെത്താതെ ഒഴിഞ്ഞുപോയത്. 88-ാം മിനിറ്റിൽ മത്സരത്തിൽ ആദ്യമായി കേരള ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസ് പരീക്ഷിക്കപ്പെട്ടു. വിപിനിന്റെ കാലുകളിൽ നിന്ന് ലഭിച്ച പന്തിനെ അഗസ്റ്റിൻ വലയിലേക്ക് തൊടുത്തെങ്കിലും നോറ കൃത്യമായതിനെ തടഞ്ഞു നിർത്തി. അവസാന 5 മിനിറ്റുകളിലേക്ക് കടന്ന മത്സരത്തിൽ പകരക്കാരന്റെ റോളിൽ പോർച്ചുഗീസ് താരം തിയാഗോ അൽവസ് അരങ്ങേറ്റം കുറിച്ചു. വന്നയുടനെ തന്നെ മൈതാനത്ത് തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ അയാൾക്കായി. 3 മിനിറ്റ് അനുവദിക്കപ്പെട്ട ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റ്. ബ്ലാസ്റ്റേഴ്സ് ബോക്സിന്റെ എഡ്ജിൽ നിന്ന് ലഭിച്ച പന്തുമായി കോറോ സിംഗ് വലതു വിങ്ങിലൂടെ ശരവേഗത്തിലോടി. തൊട്ടുമുന്നിൽ അതേ വേഗതയിൽ നിഹാലും തിയാഗോ അൽവസും ഒപ്പം ഓടുന്നുണ്ട്.
മധ്യവര കടന്നയുടനെ കോറോ പന്ത് തിയാഗോയിലേക്ക് നൽകി. ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് പന്ത് ലഭിച്ച താരം ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ബോക്സിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഫൗൾ ചെയ്യപ്പെടുന്നു. മാച്ചിന്റെ അവസാന നിമിഷത്തിൽ 4ാം ഗോൾ നേടാൻ ബ്ലാസ്റ്റേഴ്സിന് ഒരു സുവർണാവസരം. ബോക്സിന് തൊട്ടുവെളിയിൽ ഡി ബോക്സിൽ നിന്നും ഒരു ഫ്രീ കിക്ക് എടുക്കാനെത്തിയത് തിയാഗോ അൽവസ് തന്നെ. ഡൽഹിയുടെ 7 വാളിനെ കാഴ്ചക്കാരനാക്കി താരം സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് വായിച്ചെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി ക്രോസ് ബാർ വില്ലനായി. തുടർച്ചയായ 2 ക്ലീൻ ഷീറ്റ് വിജയങ്ങൾ, 2 മത്സരങ്ങളിലുമായി അടിച്ചുകൂട്ടിയത് 4 ഗോളുകൾ. അരങ്ങേറ്റക്കാരായ ഒബിയേറ്റയും യുവാനുമെല്ലാം തങ്ങളുടെ പ്രതിഭ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. 5 മിനിറ്റ് ക്യാമിയോയിലൂടെ തിയാഗോയും വരവറിയിച്ചിട്ടുണ്ട്. ആരാധകർ കാത്തിരുന്ന ലൂണ മാജിക്കിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ടീമിലെ ഇന്ത്യൻ താരങ്ങളും മികച്ച ഫോമിലാണ്. മറുപുറത്ത് ഗ്രൂപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായ മുംബൈ ആകട്ടെ രാജസ്ഥാനോട് തോൽവി വഴങ്ങി. ആകെ മൊത്തം ഈ സീസണും ഈ ടീമും നൽകുന്നത് ശുഭസൂചനകളാണ്. അടുത്ത മത്സരത്തിൽ ഒരു സമനില കൊണ്ടുപോലും ബ്ലാസ്റ്റേഴ്സിന് സെമി ഉറപ്പിക്കാം. വരാനിരിക്കുന്ന കേരള ഫുട്ബോളിന്റെ നല്ല കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം.